നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിലെ തൊഴിൽ രേഖയായ ഇക്കാമ ലഭിക്കാത്തവർക്കും ഇക്കാമ കാലാവധി അവസാനിച്ചവർക്കും രാജ്യം വിടാൻ അവസരം. തൊഴിൽ വകുപ്പിന്റെ പോർട്ടൽ വഴി നേരിട്ട് എക്സിറ്റ് അപേക്ഷ നൽകാം. സൗദി മാനവ വിഭവശേഷി മന്ത്രാലയമാണ് പ്രവാസികൾക്കായി പുതിയ സൗകര്യം ഒരുക്കിയത്. ഇതുവരെ ഇക്കാമ ലഭിക്കാത്തവരും ഇക്കാമ കാലാവധി അവസാനിച്ചിട്ടും പുതുക്കാൻ സാധിക്കാത്തവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഇന്ത്യൻ എംബസി വഴിയും എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കാം. സൗദി പ്രവാസികളുടെ ഇക്കാമയും പുനഃപ്രവേശന വിസയും നവംബർ 30 വരെ നീട്ടി. സന്ദർശന വിസയുടെ കാലാവധിയും നവംബർ 30 വരെ പുതുക്കുമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. സൗജന്യമായാണ് വിസ നീട്ടി നൽകുന്നത്. നേരത്തെ രേഖകളുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി നൽകിയിരുന്നു. ഇതാണ് ഇപ്പോൾ 2 മാസങ്ങൾ കൂടി അധികമായി വീണ്ടും നീട്ടി നൽകുന്നത്. പ്രവേശന നിരോധനമുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ രേഖകളാണ് പുതുക്കുക. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് ഉംറ നിർവഹിക്കാനാകില്ലെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് അധികൃതർ. ഉംറ വിസയ്ക്കുള്ള അപേക്ഷയിൽ ചില മാറ്റങ്ങൾ അടുത്തിടെ വരുത്തിയിരുന്നു. വ്യക്തിഗതമായി വിസയ്ക്ക് വേണ്ടി അപേക്ഷ നൽകുമ്പോൾ ഒരു ഇക്കാമയുമായി ബന്ധിപ്പിക്കണമെന്നാണ് പുതിയ നിയമം. സൗദിയിലുള്ള ഒരാളുടെ ഇക്കാമയുടെ വിവരങ്ങൾ സമർപ്പിച്ചാൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ. അബ്ഷീർ പ്ലാറ്റ്ഫോം വഴിയാണ് ഇക്കാമ ബന്ധിപ്പിക്കേണ്ടത്. ഇതിലൂടെ ഉംറ വിസയിൽ എത്തുന്നവർ നിശ്ചിത സമയത്തിനകം തിരിച്ചു പോയില്ലെങ്കിലോ അനധികൃതമായി രാജ്യത്ത് തുടർന്നാലോ ഇക്കാമ നൽകിയ ആളുടെ പേരിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഈ പുതിയ നിയമമാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചത്. ദുബായിലെ ഒരു റെസിഡൻഷ്യൽ വില്ലയിൽ നിന്ന് വൻതോതിൽ ലഹരി മരുന്ന് പിടികൂടി. 40 കിലോ ലഹരി മരുന്നാണ് പോലീസ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഏഷ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. ഇവർക്ക് രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന അധോലോക സംഘവുമായി ബന്ധമുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ള മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായാണ് ലഹരി മരുന്നുകൾ എത്തിച്ചത്. മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ റെസിഡൻഷ്യൽ വില്ലയിലാണ് പ്രതികൾ താമസിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.